ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തെന്ന പരാതിയിലെ 4 വയസ്സുകാരിയുടെ ബന്ധുക്കൾ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. തത്സമയം സംസാരിക്കുമ്പോൾ ഇവിടെ ഉള്ളിലാണല്ലോ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഭാവിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇനി ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ നമ്മളിപ്പോൾ നാവിലായതല്ലേ വയറിനോ കാണിച്ചാൽ വലിയ പ്രശ്നമല്ലേ. ഓല് പറഞ്ഞ് കുട്ടി മാറിപ്പോയെന്നാണ് പറയുന്നത്. കുട്ടീനെ വേറെ കരഞ്ഞു. കുട്ടീനെ നാവിന് ഇതുവരെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടൊന്നും സംസാരിക്കുന്നു ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഓല് കൈക്ക് ഓപ്പറേഷൻ ചെയ്ത് അവിടെ കുട്ടീനെ കൊണ്ടുപോയി കിടത്തിക്കുന്നു, വാർഡിലേക്ക് ആക്കിന്. അപ്പോൾ ഒരു കംപ്ലൈൻ്റ് ഒന്നും ഇപ്പം കാണില്ല, കൈക്ക് ഒരു പ്രശ്നമൊന്നും കാണുന്നില്ല. പരാതി കൊടുത്തിട്ടില്ല, കൊടുക്കണമെന്ന് കൊടുക്കാൻ വേണ്ടി പോവാം. പരാതി കൊടുക്കും, നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. അതായത് ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് വന്ന ചികിത്സാ പിഴവാണ്, ഡോക്ടർമാരുടെ അടുത്ത് വന്ന ചികിത്സാ പിഴവാണ്. ഡോക്ടർ ശ്രദ്ധക്കുറവ്. ചില ഡോക്ടർ പറഞ്ഞ ഓല് പറഞ്ഞ വേറൊരു കുട്ടി ഉണ്ടായിന്, അതേമാതിരി ഓപ്പറേഷൻ ഉണ്ടായിന്നാണ് അവിടുന്ന് പറയണത്. ഡോക്ടർമാരൊക്കെ ഇനിയൊരു കുട്ടിക്ക് ഇത് കോളേജിൽ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ഇനി ആർക്കും വരരുത്. വെച്ചാൽ ഇപ്പോൾ ഇവിടെ വായലതിനെ കൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി വായുവിലേക്ക് എന്താ പ്രശ്നം വരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വേറെ എവിടെയെങ്കിലും ആക്കിയാലോ തലക്കോ വയറിനോ കാണിച്ചാലോ പല ഓപ്പറേഷത്തിന് പല ആളുകളും വരുന്നതല്ലേ. ചിലപ്പോൾ വയറിന് ഓപ്പറേഷൻ ചെയ്യുന്നിടത്ത് തലക്ക് ഓപ്പറേഷൻ ചെയ്തു പോയാലോ. നേഴ്സ് പറഞ്ഞ് നേഴ്സിനോട് ചോദിച്ചപ്പോൾ നേഴ്സ് പറഞ്ഞോലെ കുട്ടിക്ക് നാവിനാണ് ചെയ്തത്. ഓല അപ്പം തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിന്നാ പറഞ്ഞത്. ഞാനല്ലോ ഞാൻ ജോലിക്ക് പോയത് കഴിഞ്ഞാൽ അപ്പോൾ കേട്ടപ്പോൾ വന്നതാണ്. സൂപ്രണ്ട് നടപടി നമ്മൾ എടുക്കാന്ന് അറിയിട്ടാണ് മൂപ്പര് ഇത് ഈ പരാതി എഴുതി വാങ്ങിയത്. ഒരു സംസാരിച്ചിട്ട് അതിന് വേണ്ടി നടപടി നമ്മൾ സ്വീകരിക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് ഉറപ്പ് തന്നിട്ടാണ് സ്വീകരിക്കാന്നാണ് നടപടി എടുക്കാന്നാണ് സൂപ്രണ്ട് പറഞ്ഞത്. അതിൽ വിശ്വസിക്കാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി ഇപ്പം കൊടുക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജ് പോലീസിൽ താഴത്ത് കൊടുക്കണം. അതറിയില്ല, ഞാൻ അപ്പോൾ ഇല്ലായിരുന്നു.